നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിൻ്റെ പ്രധാന കാരണം ഒന്ന്, യു ഡി എഫ് ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം, പാർട്ടിയും മുന്നണിയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം നിലമ്പൂരെന്ന് പറയുന്നത് പാലക്കാട് പോലെയോ തൃക്കാക്കര പോലെയോ അല്ല. ഇന്നത്തെ നിലമ്പൂർ 50-50 ചാൻസുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അവിടെയാണ് ഇത്രയും വോട്ടിന് യു ഡി എഫിന് ജയിക്കാൻ കഴിയും. മാത്രമല്ല, നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് ഉണ്ടായത്. പോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്താണ്, സ്വരാജിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ ഇത്തവണ മറ്റൊരു കാര്യം കൂടിയുള്ളത്, സ്വരാജിന് ശ്രീരാമകൃഷ്ണൻ്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു, സ്വരാജ് എന്ന് പറയുമ്പോൾ ഒരു ഊതി ഉറപ്പിച്ചൊരു ബലൂണായിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല. അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച തൃപ്പൂണിത്തറ അതിലേറെ അനുകൂല ട്രെൻഡുള്ളപ്പോൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് സ്വരാജിന് അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം മുതൽക്ക് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അവസാനത്തെ ഗോവിന്ദൻ മാഷ പ്രസ്താവന. ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ, കുറേ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട്, കുറേ വോട്ട് അൻവറിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സി പി എമ്മിൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം, എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് ശ്രീരാമകൃഷ്ണ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിൻ്റെ കാരണതാണ്. അപ്പോൾ സന്ദേശം കൃത്യമാണ്. ഇവിടെ പാവപ്പെട്ട ആശാ വർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവും കോൺഗ്രസ്സിന് കരുത്ത് പകർന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപരിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ചു. അപ്പോൾ എല്ലാ ഘടകങ്ങളും ചേർന്ന് മുന്നോട്ട് പോയാൽ പിണറായിസം ഈ മണ്ണിൽ കുഴിച്ചു മൂടാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു.